ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാപ്പിൻസ് മീഡിയ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണതേ പെരുമ്പടപ്പ് പാലത്തിന് മേളിലാണ് കേട്ടോ. അതെ, പെരുമ്പടപ്പ് പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കുമ്പളങ്ങി വരെ പോവാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മാതൃക ടൂറിസം വില്ലേജാണ് കേട്ടോ ഈ കുമ്പളങ്ങി. അപ്പോൾ കുമ്പളങ്ങിയിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുമ്പളങ്ങിയിലേക്ക് പോവാം. കല്ലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്ന വഴിയിൽ നമ്മൾ കാണുന്നത് റോഡ് ക്രോസ് ചെയ്ത് കായലിൽ നിന്ന് വെള്ളം കയറിയേക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ അതിരാവിലെയൊക്കെ വരുമ്പോൾ കാണാൻ പറ്റും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം തിരിച്ച് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം കയറും, രാത്രിയൊക്കെ കയറും, ചിലപ്പോൾ ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. നമുക്കിത് ഒരു പണിയാണ്. ഇതിൻ്റെ മേളിക്കടി കയറി പോവാം, കെട്ടിൻ്റെ വെളിക്കടി. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ കേട്ടോ. അവിടെ ഏകദേശം ഒരു 100-നടുത്തൊരു ചീനവലകളൊക്കെ ആ ഭാഗത്ത് കാണുന്നുണ്ട്. ഇത് ചെറിയ പാലം ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ടല്ലേ, നൈസ് പാലം. ഇത് മറ്റേ ഇതിനകത്തേക്ക് പോകാൻ വേണ്ടിയുണ്ടോ, ചീനവലയിലോട്ട് പോകാനുള്ള പാലം. പോസ്റ്റിന് തടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചാൽ നമ്മളൊക്കെ പോയി ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കും. ഇതൊക്കെ ഒന്നും പറയാനില്ല, ഒരു പ്രത്യേക വൈബാണ് ഈ ഏരിയ. നിങ്ങളെന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമുണ്ടോ ഇത്. ഈ ഭാഗത്താണ് വെള്ളം കയറി വരുന്നത്. ഈ ഭാഗത്ത് നിന്ന് വെള്ളം കയറി റോഡിലോട്ട് വരുന്നതാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ മീനൊക്കെ ഉണ്ടാവും, നോക്കട്ടെ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഒരു ഷോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ ബേബി മോളും ബോബിയൊക്കെ കൂടി മറ്റേ ഫോറിനറൊക്കെ ആയിട്ട് വരുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ചേട്ടന് ലൈൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, പ്രേമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണത്, അത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇത് കറക്റ്റായ ലൊക്കേഷനാണ്. എൻ്റെ പുറകെ കാണുന്ന ഈ ഹാക്കോ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു കൺവെൻഷൻ സെൻ്ററാണ് കേട്ടോ. അതുകൂടാതെ ഇവർക്ക് ലേക്ക് വ്യൂ, അതായത് ബോട്ടിൽ നമുക്ക് ഒരു സ്ഥലങ്ങളൊക്കെ ഇവർ കൊണ്ട് കാണിക്കും. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഇവർക്കുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതും വലുതുമായ നിരവധി റിസോർട്ടുകൾ ഈ കുമ്പളങ്ങിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഇവിടെയും ഒരു 100-നടുത്ത് ചീനവലകൾ ഈ ഭാഗത്തായിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക വൈബാണ്. രാവിലേക്ക് ഇവിടെ വരുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണ്. എല്ലാ ചീനവലകളുടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഷട്ടർ പോലെ സംഭവമൊക്കെ ഉണ്ട് കണ്ടോ. അവർക്ക് മീൻ പിടിക്കാണ്ട് ഇരിക്കാനുള്ള റെസ്റ്റ് റൂം ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഉണ്ട്. രാത്രി സമയങ്ങളിലാണ് ഇവർ ഇത് കൂടുതലും ഈ ചീനവലകളൊക്കെ ഉപയോഗിക്കുന്നത്. പകലവർ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ സാംസ്കാരിക സാമൂഹിക വികസനത്തിന് വളരെയധികം പങ്കുവഹിച്ച ഒരു സ്കൂളാണ് ഈ കാണുന്നത്. സെൻറ്റ് പീറ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്പളങ്ങി. നിരവധി പ്രമുഖരായ വ്യക്തികളും ഇവിടെ നിന്ന് പഠിച്ച് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ എൻട്രൻസ് ഈ അടുത്ത് ഇതാക്കിയതാണ്, റിനോവേഷൻ ചെയ്ത് വർക്കൊക്കെ നടത്തി പുതുക്കിയതാണ്. അപ്പോൾ ഈ ക്ഷേത്രം ഉണ്ടോ കുമ്പളങ്ങിയിലെ ഏറ്റവും പഴക്കമുള്ളൊരു ക്ഷേത്രം, ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം ഇല്ലിക്കൽ കുമ്പളങ്ങി. അപ്പോൾ എൻ്റെ പുറകെ കാണാണ്ട് അവിടെ സെൻറ്റ് ജോർജ് പള്ളി, ഒരു 100 പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. കുമ്പളങ്ങിയിലെ ആദ്യത്തെ പള്ളി എന്ന് തന്നെ വേണമെങ്കിൽ പറയുന്നത്.
ആലിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ വഴിയാണ് കേട്ടോ. ഇവിടെ കണ്ട ഈ റോഡ് പാലമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള പാലമാണ്. വലിയ വണ്ടിയൊന്നും പോകില്ല, സൈക്കിളോ സ്കൂട്ടറൊക്കെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പരിസ്ഥിതിയെ കാര്യമായി ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ടൂറിസം ഉണ്ട് ഇവിടെ നിലനിൽക്കുന്നത്. അതുമാത്രം 4 വശവും കായലിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ എല്ലാം. അതുപോലെ തന്നെ കൊഞ്ചും ചെറുമീനുകളും ഞണ്ടും എല്ലാം പിച്ച വെച്ച് നടക്കുന്നത് ഈ പറഞ്ഞ കായലിലേക്കാണ് കേട്ടോ. അതിനൊക്കെ തുടക്കം ഇവിടെ നിന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കണ്ടക്കടവിൽ ലാസ്റ്റ് എൻഡാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ചെല്ലാനത്തേക്കും കണ്ണമാലിക്കൊക്കെ അങ്ങോട്ട് പോകാം. അപ്പോൾ കുമ്പളങ്ങിൽ വരുമ്പോൾ നിങ്ങൾ ലാസ്റ്റായിട്ട് വരേണ്ട ഒരു പോയിന്റ് കണ്ടത് ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. അല്ല ഫോട്ടോജനിക് പ്ലേസ് എന്ന് തന്നെ പറയുക ഏരിയ. ഈ ഏരിയ കംപ്ലീറ്റ് കരിങ്കല്ലാണ്. അതിന് തൊട്ട് താഴെ ബീച്ചൊന്നുമില്ല, തൊട്ട് താഴെ കടലാണ്. പിന്നെ അവിടെ മീനൊക്കെ പിടിക്കുന്ന ചേട്ടന്മാരെ കാണാം, അതുപോലെ അവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഫോണൊക്കെ എടുത്താണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഈ കരിങ്കല്ലിൻ്റെ ഇടയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ചേട്ടന്മാർ നമ്മൾ വന്നപ്പോൾ ചോദിച്ചാൽ ആ ചേട്ടന്മാർ പറഞ്ഞു വരുമ്പോൾ സൂക്ഷിക്കണം, മൊബൈൽ ശരിക്കും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കാരണം മൊബൈൽ ഇടയിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടില്ലെന്ന് പറയണം. അപ്പോൾ നിങ്ങളും വരികയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണേ. പിന്നെ ഇത് ഇങ്ങോട്ട് കയറി വരാനായിട്ട് ഇപ്പോൾ വഴി എന്ന് പറഞ്ഞാലേ ഇത് കണ്ടായി നമുക്ക് ഈ പാറക്കെട്ടിൻ്റെ മേളിൽ നിന്ന് ചാടിക്കയറേണ്ടി വരും. വേറെ ബീച്ചൊന്നുമില്ല. അപ്പോൾ അതേ നേരെ കാണുന്ന റോഡാണ്. ആ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നടന്നു വന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഒരു പിടിച്ചൊക്കെ കയറണം ഇങ്ങോട്ട്. പിന്നെ കരിങ്കൽക്കെട്ടാണ്, ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ കരിങ്കൽക്കെട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മേലേക്ക് കുറച്ച് ദൂരമൊക്കെ നടക്കാം, പക്ഷേ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാലടയെ പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ കൽക്കെട്ടുകളിലൊക്കെ ഇറങ്ങുമ്പോൾ ഞണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സൂക്ഷിക്കണോട്ടാ. അപ്പോൾ ഇറങ്ങണി തന്നെ സൂക്ഷിച്ചിട്ട് ഇറങ്ങണേ. പിന്നെ തെന്നാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ഇറങ്ങുക. കാരണം ഇവിടെ ബീച്ചൊന്നുമില്ല, സീതന്നെ കടൽ തന്നെയാണ്. അപ്പോൾ അതിന് താഴ്ച ആഴമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങാം. നല്ല സീനറിയാണ് എന്തായാലും. ഇവിടുന്ന് അങ്ങോട്ട് ആലിത്തറ റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നല്ല വ്യൂസാണ്. അങ്ങോട്ട് പോകാൻ നമുക്ക്. കണ്ടൽ വനവൽക്കരണം ഫണ്ടഡ് ബൈ പെട്രോനെറ്റ് LNG ടെർമിനൽ. അപ്പോൾ പെട്രോനെറ്റ് LNG ലിമിറ്റഡാണ് ഇതിന് ഫണ്ട് ചെയ്തേക്കണം കേട്ടോ. കേരള വനം വകുപ്പും കുമ്പളങ്ങി പഞ്ചായത്തും സംയുക്ത സംരംഭമാണ്. അപ്പോൾ ഈ ഭാഗത്ത് കംപ്ലീറ്റ് കണ്ടൽക്കാടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റോഡിൽ ജസ്റ്റ് ഒന്ന് പോകാം. അപ്പോൾ എൻ്റെ ഈ പുറകെ കാണുന്ന എല്ലാം കണ്ടൽക്കാടാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഈ കുമ്പളങ്ങിൽ ഇത്രയധികം മത്സ്യസമ്പത്തൊക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇങ്ങനെയുള്ള കണ്ടൽക്കാടുകളൊക്കെ ഉണ്ടാ. നോക്കി ഒരു ഏരിയ കംപ്ലീറ്റ് കണ്ടൽച്ചെടികളാണ്, മൊത്തം കണ്ടൽക്കാടാണ്. അപ്പോൾ ഈ കുമ്പളങ്ങിയുടെ ദൃശ്യഭംഗിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ. ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് ആദ്യമായിട്ട് എത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പതിവ് പോലെ മറ്റൊരു അടിപൊളി വിഷയമായി തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒഴുകി വന്നിട്ടുണ്ട്. കായൽ കടയിലോട്ട് കയറുന്നുണ്ട്. ചെറിയ മീനൊക്കെ ഇവിടെ ഒഴുകുന്നുണ്ട്. മീൻ പോണണ്ട, ഒരു മീൻ ഇവിടെ നടക്കണ വഴിയിലൊക്കെ മീൻ പോണ്. സൂപ്പറായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കിടക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇടയ്ക്ക് കായൽ കയറി വരും, അപ്പോൾ ചാടിയൊക്കെ പോവാം. ട്രാൻസ്ഫോമർ ഉണ്ട്, സൂക്ഷിച്ചൊക്കെ പോയിട്ട് പണി പാടും.